ഇപ്പൊ അദ്ദേഹത്തെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും രോഗികളെയൊക്കെ ദ്രോഹിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ എന്ത് കാരണമാണുള്ളത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞു, അത് സർക്കാർ ഇടപെട്ടു കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. കുറെ വർഷങ്ങളായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തയ്യാറാക്കിയത്, അല്ലെ അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനസാക്ഷിയാണ്, അദ്ദേഹത്തിന്റെ സന്മനസ്സാണ്. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു നല്ല കാര്യം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഒരു വശത്തും മന്ത്രിസഭ മറുവശത്ത് നിൽക്കുന്ന ഏക പ്രശ്നമാണ്. രാഷ്ട്രീയമായിട്ട് പോലും CPM അല്ലെങ്കിൽ CPI ഇതൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവർ പോലും എല്ലാവരും ഇടതുമുന്നണി നിൽക്കുമ്പോൾ പോലും ആ ഇടതുമുന്നണിയിലെ മനുഷ്യര്, സാധാരണ മനുഷ്യര്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ മനുഷ്യത്വമുള്ളവരെല്ലാവരും ഈ കാര്യത്തിൽ ഹാരിസൊപ്പമാണ്. പല പാർട്ടികൾ പറയുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ ഒരു വശത്തും മുഴുവൻ ജനങ്ങളും മറുവശത്ത് നിൽക്കുന്ന ഒരു വിഷയം, അതിനകത്ത് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് എഴുതിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രേരണയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഫേസ്ബുക്ക് എഴുതിയത് മനസാക്ഷിയുടെ പ്രേരണയും, രണ്ടാമത് മാപ്പ് എഴുതിയത് പാർട്ടിയുടെ പ്രേരണയാണ്. വളരെ ദുഃഖമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പോലും, ഞാൻ രാഷ്ട്രീയമുള്ള ആളാണ്, അതിന്റെ എതിർ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഹാരിസ്. അത് അദ്ദേഹത്തിന് സർക്കാർ ഉദ്യോഗസ്ഥനിലേക്ക് പാടില്ല. പക്ഷെ അദ്ദേഹം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചട്ടലംഘനം ഉണ്ടെങ്കിൽ അതാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല പ്രത്യക്ഷമായിട്ടും. പക്ഷെ അത് ചെയ്തിട്ടും അത് സർക്കാരിനെ കൈയടിക്കുന്നതായതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും അവിടെ കിടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ചട്ടലംഘനം ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അത് സർക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് എഴുതിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ ക്രൂരമാണ്. എനിക്ക് ആ ഡോക്ടറോട് ഒരു പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള അതിനേക്കാൾ ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പൗരൻ നിലയ്ക്കാണ് ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ ചികിത്സ എടുക്കുന്ന ഒരാളാണ്, ഒരു വീഴ്ച ഉണ്ടായിട്ട് ചികിത്സ എടുക്കുക. അപ്പോൾ നമ്മൾ രോഗി ഡോക്ടറിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഡോക്ടർമാരും രോഗികളാണ്. അപ്പോൾ ഞാൻ സാധാരണക്കാരനിൽ ചിന്തിക്കുമ്പോൾ എനിക്കൊരു അപകടം പറ്റിയാൽ, എനിക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട ഡോക്ടറാണ് ഹാരി. അദ്ദേഹത്തിന്റെ മനസ്സ് തകർത്ത് കളയുക, അദ്ദേഹത്തെ പോലുള്ള ഡോക്ടർമാരുടെ മനോവീര്യം തകർത്ത് കളയുക, അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് എഴുതിക്കുന്നതിന് ക്രൂരമായിട്ടൊരു കാര്യം, അദ്ദേഹത്തിനെ കരയിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണീര് കേരളത്തിന്റെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണീരാണ്. അല്ലെ, അദ്ദേഹത്തിന്റെ കണ്ണീർ തുടയ്ക്കാനായിട്ട് അന്നേരം നമ്മുടെ മുന്നിലാണെങ്കിൽ അത് തുടച്ചു കൊടുക്കാനായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കും. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഇതുപോലെ ജനകീയനായിട്ടുള്ള, അഴിമതിയില്ലാത്ത, സ്വന്തം പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളെ അയാളെ കരയിച്ച് നമ്മുടെ മുന്നിൽ കരയിച്ചത് ഏറ്റവും വലിയ പാപമാണ്. ഈ കണ്ണീരിന് ഇത് കാരണമായവരെല്ലാവരും ഉത്തരം പറയേണ്ടി വരും. അത് എളുപ്പത്തിൽ അത് മായ്ച്ചു കളയാൻ കഴിയില്ല. ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. അതിനകത്ത് നമുക്ക് കാര്യം കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ലോകത്ത് ഒരു പാർട്ടി ആകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിയോട് കുറച്ച് വഴങ്ങേണ്ടി വരും, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഒരു ക്ഷമ ചോദിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും, ശരികൾക്കൊപ്പം നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും മുട്ടുകുത്തിക്കുന്ന രീതിയിലായി പോകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് പ്രധാനം. രാഷ്ട്രീയമായിട്ടുള്ള നമുക്ക് ചില കടപ്പാടുകളോ ബന്ധങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള അടുപ്പമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം CPM ആണ്, മറ്റു ജനാധിപത്യ പാർട്ടികൾ പോലെയല്ല. CPM-നോട് സ്വന്തം പാർട്ടിക്കാർ തിരിഞ്ഞാൽ പോലും 51 വെട്ടെന്നൊക്കെ നമുക്ക് കണക്കറിയാം. അതുകൊണ്ട് ഹാരിസിന് ഭയം കാണും ഉള്ളിൽ. അത് നമുക്ക് എല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. ഇനിയും സൂക്ഷിക്കാനുണ്ട് ഹാരിസ്. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് CPM-നോടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് കാണും. അപ്പൊ അത് അദ്ദേഹത്തിന് തുടരാൻ ആഗ്രഹവും കാണും. അതും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ മെഡിക്കൽ സമൂഹവും, മാധ്യമങ്ങളും എല്ലാവരോടും ഒരുമിച്ച് അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഴുവൻ പേരുടെ അഭ്യന്തരം അദ്ദേഹത്തിനും മറുവശത്ത് പ്രതിക്കൂട്ട് നിൽക്കുന്ന സർക്കാരുമാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് രാഷ്ട്രീയ ചായ്വ് കാണിക്കാനും പറ്റില്ല. അത് കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. ആ ധൈര്യത്തെ നമ്മൾ വിലയോടെ കാണേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ ഗവൺമെന്റുകൾ, വരാനിരിക്കുന്ന ഗവൺമെന്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 2-3 പാഠങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമുക്ക് ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത്
അവരുടെ അവകാശങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വിഷയമായി മാറിയത്. മറ്റത് ആശുപത്രികളുടെ മന്ത്രിയുടെ ഔദാര്യമാണ്. അങ്ങനല്ലത്. ജനങ്ങൾക്കാണ് സർവാധികാരം. അതുപോലെ ആരോഗ്യം എന്ന് പറയുന്നത് അധികാരം അവകാശമാണ്, ആരോഗ്യ അവകാശമാണ്. ആരുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഒന്നും കാരുണ്യമല്ല ആരോഗ്യം എന്നത് മനുഷ്യന്റെ അവകാശമാണ്. അപ്പൊ അത് കുറച്ച് വളരെയധികം പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ വിഷയം വിവരിച്ചു. അപ്പൊ ജനങ്ങളുടെ അവകാശം, അവർ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളാണ്, ഈ നാട്ടിലെ പൗരന്മാരാണ്. അവർക്ക് സർക്കാർ ആരോഗ്യം കൊടുത്തേ പറ്റും. അപ്പൊ ആ ഒരു വിഷയം ഒരുപാട് ചർച്ചയാണ് ഈ സംഭവം ഉപകരിച്ചു. രണ്ടാമത്, ഹാരിസിനെ പോലെ ഡോക്ടർ, CPM-ന്റെ അകത്തുണ്ടായിരുന്ന ഡോക്ടറായിട്ട് പോലും ഒരു പ്രശ്നം വന്നാൽ പ്രതികരിക്കണമെന്നുള്ളതും അത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഏത് ആരോഗ്യ പ്രവർത്തകർക്കും അത് ബാധകമായി. നമ്മൾ സർക്കാരിന് രാഷ്ട്രീയ യുദ്ധം നടത്തണമെന്നല്ല, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ആശുപത്രികൾ, ലോകത്തെ എല്ലാ ആശുപത്രികളും ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടാണ്. അപ്പോൾ ജനങ്ങൾക്കെതിരായിട്ടൊരു കാര്യം ഉണ്ടായാൽ അത് തുറന്നു പറയാൻ മടിക്കേണ്ട, ധൈര്യം കാണിക്കണം. ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ഈ കേരളത്തിലെ ജനതയും പ്രത്യേകിച്ച് മാധ്യമങ്ങളും ഉണ്ടെന്നൊരു ധൈര്യം ആരോഗ്യരംഗത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും സർക്കാരിനെതിരെ ശല്യം ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിവൃത്തിയില്ലാതെ വരുമ്പോൾ സമൂഹ മാധ്യമത്തിലോ പറഞ്ഞ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് മന്ത്രി, ഏത് മുഖ്യമന്ത്രി ചോദിച്ചാൽ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് ഹാരിസുമാർ ഭാവിയിലുണ്ടാവും. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ല, പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ. കേരളത്തിൽ പോലീസ് അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യയിലെ പക്ഷേ ആദ്യത്തെ സംഘടന. അപ്പോൾ പോലീസുകാർക്ക് സംഘടനയുള്ള നാടാണ്. അതിന്റെ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് ഉമ്മാക്കി കാണിക്കും എന്നുള്ളതൊക്കെ മാറി ആൾക്ക് പറയാവുന്ന കാര്യം. എന്നാൽ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട, മാധ്യമങ്ങളാണ് ഈ പ്രശ്നത്തെ പരിഹരിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ ജനങ്ങളുടെയായി ആരോഗ്യ ധൈര്യമായിട്ട് നിൽക്കാമെന്നുള്ള ഒരു തോന്നുന്നു. പിന്നെ മന്ത്രിമാർക്കൊക്കെ പലപ്പോഴും, അത് രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, മന്ത്രിമാരായി കഴിഞ്ഞാൽ ചിലത് ചെയ്യാനും എല്ലാ സർവജ്ഞരായി, അവരുടെ മേലിൽ എല്ലാ അധികാരവും ഉണ്ടെന്നാണ്. ഇതൊക്കെ വളരെ താൽക്കാലികമാണ് അധികാരം എന്നൊക്കെ പറയുന്നത്. വലിയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ രാജിവെച്ചിട്ടുള്ള നാടാണ് ഇവിടെ. അപ്പൊ അത് ജനങ്ങളുടെ മേൽ അധികാരമല്ല മന്ത്രിസ്ഥാനം, താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് ഏത് മന്ത്രിയായാലും മന്ത്രിസ്ഥാനം ചിലപ്പോൾ പരമാവധി 5 വർഷം, അതിന്റെ അപ്പുറത്തൊട്ടില്ല. പക്ഷെ ആരോഗ്യ പ്രവർത്തകർ ജനങ്ങൾ ഇവിടെ ഉള്ളവരാണ്. ഇവിടുത്തെ പൗരന്മാർക്ക് ഈ ഗവൺമെന്റ് വരുമ്പോഴോ അവർ മാറുന്നില്ല, അവർ സാധാരണ പൗരന്മാർ തന്നെ തുടരും. ആരോഗ്യ പ്രവർത്തകർ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, ഞങ്ങൾ മരിക്കുന്നവർ ആരോഗ്യ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ മന്ത്രിമാരിടയ്ക്ക് വന്നിട്ട് അവർ 5 കൊല്ലമാണ് അവരുടെ പരമാവധി മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ആയുസ്. ആ സമയത്ത് പരമാവധി ജനനന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. അത് ഇവിടെ താറുമാറാക്കിയിട്ട് പോകരുത്. പല മന്ത്രിമാരും ഇതുപോലെ താറുമാറാക്കിയിട്ട് പോയതിന്റെ ബുദ്ധിമുട്ടാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കും ഒരു പാഠമാണ്, മന്ത്രിമാർ എവിടെ നിൽക്കണമെന്ന് അവർക്ക് ജനങ്ങളും മാധ്യമങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ കാണിച്ചു കൊടുത്ത സംഭവം കൂടിയായി. അപ്പൊ 3 പാഠങ്ങളാണ്: ജനങ്ങളുടെ അവകാശം, ആരോഗ്യ പ്രവർത്തകർക്ക് ഇടപെടാനുള്ള ധൈര്യം, 3 മന്ത്രിമാർ എവിടെ നിൽക്കണമെന്നുള്ളത്. ഈ 3 നേട്ടങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. മറുവശത്ത് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉള്ളപ്പോഴും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.